കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. അതാ സ്വപ്നക്കാരൻ വരുന്നു, നാം അവനെ കൊന്നൊരു കുഴിയിലിട്ട് കളയുക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. യോസേഫ് എന്ന ദൈവമനുഷ്യനോടുള്ള ബന്ധത്തിൽ കാണപ്പെടുന്ന അനുഗ്രഹീതമായൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിച്ചു കേൾപ്പാൻ തക്കവണ്ണം ഇടവന്നത്. യോസേഫിന്റെ ജീവിതത്തിൽ യോസേഫിനെതിരായിട്ട് നിന്നത് പുറത്തുള്ള വ്യക്തികളായിരുന്നില്ല, അല്ലേ, അകത്തുള്ള വ്യക്തികളായിരുന്നു. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ അവന്റെ സ്വന്തം സഹോദരങ്ങളായിരുന്നു യോസേഫിന് വിരോധമായിട്ട് എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം ഇടവന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, യോസേഫിനെ കൊന്നുകളയുവാൻ വേണ്ടി പദ്ധതി ഒരുക്കുകയാണ്. അതിനുശേഷം അവനെ കൊന്നുകളയാം എന്നൊരു പദ്ധതി അവർ മെനയുമ്പോൾ തന്നെ അവർ പറയുന്നൊരു വാക്കാണ്, ഇവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്നാണ് അവർ പറയുന്നത്. എന്റെ കാര്യം നമുക്കറിയാം, അല്ലേ, 2 സ്വപ്നങ്ങൾ യോസേഫ് കാണുന്നുണ്ട്. ആ സ്വപ്നത്തെ പ്രതി അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അവനെ തകർക്കുവാൻ, ഇല്ലെങ്കിൽ നമ്മൾ അവനെ വണങ്ങാൻ പാടില്ലെന്നുള്ള ചിന്തയിൽ നിന്ന് അവനെ കൊന്നുകളയണമെന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭ ഭാഗം മുതൽ തന്നെ ഈ അസൂയയുടെ ഒരു മേഖല വളരെ വ്യക്തമാണ്, അല്ലേ. പ്രൈസ് ഹാബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചെന്നറിഞ്ഞ കയീൻ അവനെ കൊല്ലുവാൻ വേണ്ടി പദ്ധതി ഇടുകയും അവനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ തുടക്കം അസൂയയാണ്. സ്തോത്രം. ഇന്ന് നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് ദൈവമക്കളുടെ ഇടയിൽ, ഭൗതിക വിഷയങ്ങളെ പ്രതിയല്ല, വീടോ നന്മയോ സമ്പത്തോ കാറോ ഒന്നും അങ്ങനെ ഭൗതിക മേഖലകളിലേക്കല്ല. ഇന്ന് ആത്മീക ലോകത്ത് ഏറ്റവും കണ്ടുവരുന്ന ഒരു അസൂയാണ് ശുശ്രൂഷകളോടുള്ള അസൂയ, ആത്മീക ജീവിതത്തോടുള്ള അസൂയ. അല്ല, സ്തോത്രം. നല്ലതുപോലെ ഒരാൾ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ, നല്ലതുപോലെ ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ടാൽ, നല്ലതുപോലെ ഒരാൾ പാടുന്നത് കണ്ടാൽ, സ്തോത്രം, നല്ലതുപോലെ ഒരാൾ സ്തോത്രം വെളിപ്പാടോ ദൂതോ പ്രവചനമോ പറയുന്നത് കണ്ടാൽ, അല്ല, സ്തോത്രം, അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ ഉള്ളിൽ സ്തോത്രം, ഇവനെ വിടുന്ന ഈ കൃപ കിട്ടിയേ, ഇല്ലെങ്കിൽ ഇവനെന്തോ അഹങ്കാരമാണ് എന്നൊക്കെ പറയുന്ന ആ തരത്തിലേക്കൊക്കെ ആത്മീക ജീവിതങ്ങൾ വഴിമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്തുവാ? അതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം അസൂയയുടെ ആത്മാവ് തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരു ഉപദേശമായിട്ട് തന്നെ പറയാം. തിരുവചനം പറയുന്ന അസൂയ അസ്ഥിക്ക് ദ്രവത്വമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് അസൂയ ഉണ്ടെങ്കിൽ, സ്തോത്രം, ഒരു കാരണവശാലും നമുക്ക് ആത്മീക ജീവിതത്തിലോ ഭൗതിക ജീവിതത്തിലോ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അതുകൊണ്ട് ആരൊക്കെയാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാകാം, സഹോദരങ്ങളാകാം, ഇല്ലെങ്കിൽ സഹപ്രവർത്തകരാകാം, സഹശുശ്രൂഷകന്മാരാകാം, അവർ ശുശ്രൂഷയിലോ ആത്മീക മേഖലയിലോ ഭൗതിക മേഖലയിലോ ഒക്കെ വളർന്നു വരുന്നത് കണ്ടാൽ അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം, അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. അവനെ സ്തോത്രം ദൈവം അനുഗ്രഹിച്ചതോർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം ഇടവരണം. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, യോസേഫിനെ കൊല്ലുവാൻ വേണ്ടി പദ്ധതി ഒരുക്കുന്ന സഹോദരന്മാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവനെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുകയാണ്. ഇവിടെ പറയുന്ന വാചക ശ്രദ്ധിക്കും, അവന്റെ സ്വപ്നം എന്താകുമെന്നറിയാം. ഈ വാക്യം ഞാൻ വായിക്കുന്ന സമയത്ത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. സ്വപ്നം എന്താകും എന്ന് നോക്കാം, എന്താകുമെന്ന് നോക്കാമെന്ന് ചിന്തിച്ചവനെ പൊട്ടക്കിണറിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിടുമ്പോഴും, അവിടെ നിന്ന് 20 വെള്ളിക്കാശിന് വ്യതിയാന കച്ചവടക്കാർക്ക് വിൽക്കുമ്പോഴും, പോത്തിഫോറിന്റെ വീട്ടിൽ അടിമയായി പാർക്കുമ്പോഴും, ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിന്റെ അകത്തടങ്ങൾ ആയപ്പോഴും, അത് സ്തോത്രം, അവന്റെ ദർശനത്തിന് വ്യത്യാസം വന്നില്ല. അവന്റെ ദർശനം വെളിപ്പെട്ട് വരേണ്ടുന്ന സമയത്ത് അത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. സ്വപ്നം എന്താകുമെന്ന് ചോദിച്ച പൊട്ടക്കിണ തള്ളിയിട്ട സഹോദരന്മാര്, അല്ല, സ്തോത്രം, എങ്ങനെ അവന്റെ മുമ്പിൽ വന്നുപെട്ടത് നമുക്കറിയാം. കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് ഫറവോനിട്ട് ദൈവം ഒരു സ്വപ്നം കൊടുക്കുന്നത് മുഖാന്തരമാണ് യോസേഫിനെ ദൈവം മാനിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. അങ്ങനെയെങ്കിൽ സ്വപ്നം എന്താകുമെന്ന് ചോദിച്ചവരുടെ മുൻപിൽ സ്വപ്നം കൊണ്ട് മറുപടി പറഞ്ഞൊരു ദൈവമാണ് നമ്മുടെ കർത്താവെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി വിശ്വസിക്കുക, നിങ്ങളുടെ ഭാവി എന്താകും, നിങ്ങളുടെ ശുശ്രൂഷ എന്താകും, നിങ്ങളുടെ നിലനിൽപ്പ് എന്താകും, അത് സ്തോത്രം തകർന്നു പോകുമോ, വീണു പോകുമോ എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, സ്തോത്രം, പലപ്പോഴും പല വെല്ലുവിളികൾ നമുക്കെതിരെ ഉയർന്നു വരാറുണ്ട്. നീ തീർന്നു പോകും, നീ നശിക്കും,
സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ ഭാവി മുന്നോട്ട് പോകത്തില്ലെന്ന് നമുക്കതിന് വിധി പറയുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ വന്നെന്നിരിക്കാം. പക്ഷേ ഇന്ന് പ്രഭാതത്തിലൊരു ദൂത് ഞാൻ കൈമാറുകയാണ്. നിനക്കൊരു ദർശനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്വപ്നം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വെളിപ്പാട് ദൈവം നിനക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നിവർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിക്കുക. അനിശ്ചിതമായ വെല്ലുവിളികളോ മറ്റേ സ്തോത്രമല്ലെ ഭയാനകമായ അല്ല വിഷയങ്ങളോ നമുക്കെതിരെ കടന്നു വരുമ്പോൾ ഭയപ്പെടേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തൻ, നിന്നെ നടത്തുവാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെയും ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമാകട്ടെ, അനേകർക്ക് വിടുതലാകട്ടെ, അനേകർക്ക് ദൈവമഹത്വത്തിന് കാരണമാകട്ടെ. സമസ്തവും അങ്ങേക്ക് മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.